Hello, good morning, all. Welcome to today's session. In the previous class, we had gone through some problems related to compaction, and some of the problems are still remaining in this module. They are related to consolidation or settlement problems. So, in the last class, we had gone through a problem which is very important and it can be surely asked in the exam. That is a problem based on compaction curve. അതായത് ടാബുലർ ഫോമിൽ റീഡിങ്സ് തന്നിട്ട് കർവ് വരയ്ക്കാനുള്ള ഒരു പ്രോബ്ലം കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തായിരുന്നു. ഷുവർലി 100% ഷുവർ ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, കൺസോൾട്ടേഷനിൽ അങ്ങനെ നമുക്ക് ഷുവർട്ടി പറയാവുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിലും ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസൊക്കെ എന്തായാലും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മളതാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, calculate the final settlement of the clay layer shown in figure E12.1 due to an increase of pressure of 30 kN per meter square at mid height of the layer. Take gamma W equal to 10 kN per meter cube. സോ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ലെയർ. ഇതിൽ ക്ലേ ലെയറിൻ്റെ സെറ്റിൽമെൻറ്റ് എത്ര ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ സാൻഡും ഉണ്ട്, ക്ലേ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഗ്രൗണ്ട് സർഫസിൻ്റെ താഴോട്ട് 4 മീറ്ററിൽ കാണുന്നതാണ് സാൻഡ്, അതിന് താഴോട്ട് 2.5 മീറ്ററിൽ കാണുന്നതാണ് ക്ലേ. ഓക്കെ, ഇതിൽ രണ്ടാമതായിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓൾസോ കാൽക്കുലേറ്റ് ദ സെറ്റിൽമെൻറ്റ് വെൻ ദ വാട്ടർ ടേബിൾ റൈസസ് ടു ദ ഗ്രൗണ്ട് സർഫസ്. അത് പാർട്ട് 2 ആണ്. വാട്ടർ ടേബിളും കൂടെ വരുവാണെങ്കിൽ, ഗ്രൗണ്ട് സർഫസ് വരെ വാട്ടർ ടേബിൾ ഉണ്ടെങ്കിൽ നമ്മുടെ സെറ്റിൽമെൻറ്റ് എത്രയാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഫൈനൽ സെറ്റിൽമെൻറ്റിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ. സോ ദ ഇക്വേഷൻ ഫോർ ഫൈനൽ സെറ്റിൽമെൻറ്റ് SF is equal to CC into H0 divided by 1 plus E0 into log sigma dash plus delta sigma divided by sigma dash. അപ്പോൾ അതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ കാണുന്ന SF-ൻ്റെ ഇക്വേഷൻ പഠിച്ചിരിക്കണം, അതറിഞ്ഞേ പറ്റും. വേർ SF is the final settlement, CC is the compression index, E0 is the initial void ratio, H0 is the initial thickness of the soil layer. ഇവിടെ നമ്മുടെ ക്ലേ ലെയർ ആണ് H0 എന്ന് പറയുന്നത്. കാരണം ക്ലേ ലെയറിൻ്റെ സെറ്റിൽമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ട് ക്ലേ ലെയർ ആണ് H0 എന്ന് പറയുന്നത്. സിഗ്മ ഡാഷ് അല്ലെങ്കിൽ സിഗ്മ നോട്ട് ഡാഷ് എന്ന് പറയുന്നത് പ്രഷറാണ്. അതായത് മുകളിൽ നിന്ന് എത്രമാത്രം ലോഡ്, എത്രമാത്രം പ്രഷർ വരുന്നു എന്നുള്ളതാണ് സിഗ്മ നോട്ട് ഡാഷ് കാണിക്കുന്നത്. ആൻഡ് ഡെൽറ്റ സിഗ്മ ഈസ് ദ ഇൻക്രിമെൻറ്റ് ഓഫ് പ്രഷർ ഓർ ഇൻക്രീസ് ഓഫ് പ്രഷർ. ഓക്കെ, when we substitute all these values, we will get the final settlement of the clay layer. Okay, so in order to find the settlement, we have to first find out the missing term or the missing parameter that is to be find out. ഏതാണ് ഇതിനകത്ത് മിസ്സിംഗ് പാരാമീറ്റർ? നമുക്ക് ഏതാ ഇല്ലാത്തത്? നമുക്ക് ഇതിനകത്ത് ഇല്ലാത്തത് സിഗ്മ നോട്ട് ഡാഷ് എന്ന് പറഞ്ഞ ടേമാണ്. ഈ ഒരു ടേമാണ് ഇല്ലാത്തത്, ബാക്കിയെല്ലാം ഉണ്ട്. ഡെൽറ്റ സിഗ്മയുണ്ട്, H0 ഉണ്ട്, CC ഉണ്ട്, E0 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചായിരുന്നു എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത്. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ജനറൽ ഇക്വേഷൻ ഫോർ ഓവർബർഡൻ പ്രഷർ, വെർട്ടിക്കൽ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ ഗാമ ഇൻറ്റു Z ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരെയുള്ള ഗാമ പ്ലസ് വരെയുള്ള ഗാമ എടുത്താൽ സെൻറ്റർ വരെയുള്ള നമുക്ക് ഓവർബർഡൻ പ്രഷർ കിട്ടും. നമുക്ക് സെൻറ്ററിൽ വെച്ചാണ് പ്രഷർ ഇൻക്രീസ് ഉണ്ടാകുന്നത്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇൻക്രീസ് ഓഫ് പ്രഷർ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ക്ലിയർ ലെയർ ഈസ് 30 kN per meter square എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ സെൻറ്റർ വരെയുള്ള ഗാമ Z കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം ഈ ലെയർ, ഈ 4 മീറ്ററിൻ്റെ 4 × 20 പ്ലസ് അടുത്ത സെൻറ്റർ വരെ എത്ര, 2.5ൻ്റെ പകുതി എത്ര, 1.25 ഇൻറ്റു എത്ര, 18. എത്ര കിട്ടും? രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 102.5 kN per meter square. Substitute this in this equation. All the parameters in the equation will get the value 2.63 centimeter. We'll get 0.0263 meter and into 100 will give you 2.63 centimeter. Okay, values എല്ലാം അറിയാമല്ലോ എടുക്കാൻ. ഇതിനകത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ H0 എത്ര എടുത്തത്? 2.5 എടുത്തത്. എങ്ങനെയാണ് 2.5 എടുത്തത്? ഞാൻ പറഞ്ഞില്ലേ, ഈ ക്ലേ ലെയറിൻ്റെ തിക്നെസ് എത്രയാണോ അതാണ് എടുക്കേണ്ടത്. കാരണം ചോദിച്ചിരിക്കുന്നത് സെറ്റിൽമെൻറ്റ് ഓഫ് ദ ക്ലേ ലെയർ ആണ്. സോ വി ഹാവ് ടു ടേക്ക് ദ തിക്നെസ് ഓഫ് ദ ക്ലേ ലെയർ. ഓക്കെ,
Next thing is, when water table rises to the top or the ground surface, what will happen? Replace gamma by gamma dash or gamma sub. ഓക്കെ, ഒന്നേ ഗാമ ഡാഷ് ഗാമ ഡാഷ് ആക്കുക, ഈ ഗാമയെ ഗാമ ഡാഷ് ആയിട്ട് റീപ്ലേസ് ചെയ്യുക. എങ്ങനെയാണ് ഗാമ ഡാഷ് അല്ലെങ്കിൽ ഗാമ സബ് കണ്ടുപിടിക്കുന്നത്? ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു ആണ് ഗാമ സബ്. അപ്പോൾ ഇവിടെ ഗാമ സാറ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. ഗാമ സാറ്റ് തന്നിട്ടില്ലെങ്കിൽ ഗാമയായിട്ട് അങ്ങ് എടുത്താൽ മതി. ഗാമ മൈനസ് ഗാമ ഡബ്ല്യു. ഗാമ എത്ര? 20 മൈനസ് ഗാമ ഡബ്ല്യു എത്ര? വാട്ടറിൻ്റെ 10. 9.81 ആണ്, 10 ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ 10 കിട്ടും. അതുപോലെ ഈ ലെയറിൽ എത്ര വരും? 18 മൈനസ് 10. ഇവിടുത്തെ ഗാമ 18 ആണ്, വാട്ടറിൻ്റെ 10. സോ ഇറ്റ് ഈസ് 8 kN per meter cube. ഓക്കെ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗാമ ഡാഷ് ഇൻസ്റ്റെഡ് ഓഫ് ഗാമ. ഓക്കെ, സോ വിൽ ഗെറ്റ് ദ ആൻസർ. വളരെ സിമ്പിളാണ്. വെള്ളം വരുന്ന സമയത്ത് നമ്മൾ ഗാമയ്ക്ക് പകരം ഗാമ ഡാഷ് കൺസിഡർ ചെയ്യുക. ഗാമ സബ്മർജ്ഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു വാല്യൂ കൺസിഡർ ചെയ്യുക. ഓക്കെ, അത് ഇവർ ഡയറക്റ്റ് ഇവിടെ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. സോ വിൽ ഗെറ്റ് 4.88 cm. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡബിൾ ദാൻ ദാറ്റ് ഓഫ് ദ ഫസ്റ്റ് കേസ്. ഓക്കെ, അതായത് വെള്ളം വരുന്ന സമയത്ത് വെള്ളം കൂടെ ആഡ് ചെയ്യുമ്പോൾ സെറ്റിൽമെൻറ്റ് കൂടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇറ്റ് ഈസ് ദ കൺക്ലൂഷൻ. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഫുട്ടിംഗ് ഹാസ് എ സൈസ് ഓഫ് 3/1.5 മീറ്റർ. അതായത് 3 മീറ്റർ ലെങ്തും 1.5 മീറ്റർ വിട്ടും ഉള്ള ഒരു ഫുട്ടിംഗ്. ആൻഡ് ഇറ്റ് കോസസ് എ പ്രഷർ ഇൻക്രിമെൻറ്റ് ഓഫ് 200 kN per meter square അറ്റ് ഇറ്റ്സ് ബേസ്. അതിൻ്റെ ബേസിൽ അതൊരു 200 kN per meter squareൻ്റെ ഒരു ഇൻക്രിമെൻറ്റ് ഓഫ് പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. ഡിറ്റർമൈൻ ദ കൺസോൾട്ടേഷൻ സെറ്റിൽമെൻറ്റ് അറ്റ് ദ മിഡിൽ ഓഫ് ദ ക്ലേ ലെയർ. അതായത് ക്ലേ ലെയറിൻ്റെ മിഡിലുള്ള കൺസോൾട്ടേഷൻ സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കുക. അസ്യൂം 2:1 പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഫുട്ടിങ്ങിൻ്റെ ഒരു 2:1 പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഈ ക്ലേ ലെയറിലും ഉണ്ടെന്നങ്ങ് അസ്യൂം ചെയ്യുക. അതായത് 2 വെർട്ടിക്കൽ ടു 1 ഹൊറിസോണ്ടൽ പ്രഷർ ആയിരിക്കും വേരിയേഷൻ പ്രഷർ. ഓക്കെ, ഗാമ ഡബ്ല്യു തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്ലേ ലെയറിൻ്റെ കൺസോൾട്ടേഷൻ സെറ്റിൽമെൻ്റ് ആണ് അറ്റ് ദ മിഡിൽ ഓഫ് ദ ക്ലേ ലെയർ. ഓക്കെ, മിഡിൽ ലെയർ, ക്ലേയുടെ മിഡിലുള്ള കൺസോൾട്ടേഷൻ സെറ്റിൽമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഫുട്ടിംഗ് ഉണ്ട്. ഫുട്ടിങ്ങിന് 2:1 ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രഷർ ആദ്യം നമ്മൾ വെർട്ടിക്കൽ പ്രഷർ, ഇത് സെൻറ്ററിലെ കൺസോൾട്ടേഷൻ സെറ്റിൽമെൻറ്റാണ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയും വരെയുള്ള സിഗ്മ നോട്ട് ഡാഷ് എന്ന് പറഞ്ഞ വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം. അത് ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ സിഗ്മ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം ഈ 1 മീറ്റർ, പിന്നെ ഇവിടെ 1.5 മീറ്റർ. അപ്പോൾ ഈ ടോട്ടൽ എത്ര മീറ്ററാണ്? 2.5. അവിടുത്തെ ഗാമ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2.5 ഇൻറ്റു 16 പ്ലസ് ഇത്രയും ഭാഗത്ത് ഇവിടുന്ന് തൊട്ട് താഴോട്ട് വെള്ളമുണ്ട്. ഇവിടെ വാട്ടർ ലെവലിൻ്റെ സൈൻ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ താഴോട്ട് വെള്ളമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഗാമ സബ് എടുക്കണം. ഗാമ സബ് എടുക്കുന്നത് എങ്ങനെ? ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു. സോ ഇവിടെ ഗാമ സാറ്റ് തന്നിട്ടുണ്ട് ഈ ലെയറിൽ. അപ്പം 18 മൈനസ് 10 ഇൻറ്റു 0.5 പ്ലസ് ഇനി ഇവിടുന്ന് താഴോട്ട്, ഇവിടുന്ന് താഴെ വരെ എടുക്കണോ? താഴെ വരെ എടുക്കണോ? വേണ്ട. കാരണം നമുക്ക് എവിടെ വരെയുള്ള വേണ്ടത്? നമുക്ക് ഇതിൻ്റെ മിഡിൽ ഓഫ് ദ ക്ലേ ലെയർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം മിഡിൽ വരെ ഉള്ളത് കണ്ടുപിടിക്കുക. ഇൻറ്റു പ്ലസ് 1.5 ഇൻറ്റു ഇവിടുത്തെ എത്ര? 15 മൈനസ് 10. ഓക്കെ, സോ ഇത് നോക്കുക. സിഗ്മ നോട്ട് ഡാഷ് എന്ന് പറഞ്ഞാൽ 2.5 ഇൻറ്റു 16 പ്ലസ് 0.5 ഇൻറ്റു 18 മൈനസ് 10 പ്ലസ് 1.5 ഇൻറ്റു 15 മൈനസ് 10 ഈക്വൽ ടു 51.5 kN per meter square. ഇവിടെ ഇത് രണ്ടും മനസ്സിലായല്ലോ. ഇത് രണ്ടിലും വെള്ളം ഉള്ളതുകൊണ്ടാണ് ഈ ഗാമ ഡാഷ് അല്ലെങ്കിൽ ഗാമ സബ് എടുത്തത്. ഓക്കെ, ഫസ്റ്റ് ലെയറിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഗാമ എടുത്തത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇൻക്രിമെൻ്റ് ഓഫ് പ്രഷറാണ്. ഇവിടെ 200 kN per meter square ആണ് ഫുട്ടിങ്ങിൻ്റെ തൊട്ട് ബോട്ടത്തിലായിട്ടുള്ളത്, ബേസിലുള്ളത്. പക്ഷേ അതിന് 2:1 ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. സോ അതെന്തായാലും ഇവിടെ വരുമ്പോൾ കൂടും. ക്ലേയുടെ ടോപ്പിൽ ഒരു വാല്യൂ, മിഡിൽ ഒരു വാല്യൂ, ഇവിടെ ഒരു വാല്യൂ. അപ്പം നമുക്ക് ഈ ക്ലേയുടെ മൊത്തത്തിലുള്ള സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ നടുക്കുള്ള സെറ്റിൽമെൻറ്റാണ് കണ്ടുപിടിക്കേണ്ടത്, കൺസോൾട്ടേഷൻ സെറ്റിൽമെൻറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമുക്ക് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ട് നമുക്ക്
ഇവിടത്തെയും ഇൻക്രിമെൻ്റ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ആവറേജ് എടുക്കേണ്ടി വരും. ഇൻക്രിമെൻ്റ് കണ്ടുപിടിച്ചിട്ട് ആവറേജ് എടുക്കേണ്ടി വരും. എങ്ങനെ നമ്മൾ ഈ പ്രഷറിൻ്റെ ഈ 2:1 ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ പ്രഷർ കണ്ടുപിടിക്കും? നമ്മളത് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ഒരു ഇക്വേഷൻ ഉണ്ട്. സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ബി ഇൻറ്റു എൽ. ഫുട്ടിങ് വരുന്ന കേസില്ല, റെക്ടാങ്കുലർ ഫുട്ടിങ് വരുന്ന കേസില്ല, ബി പ്ലസ് ഇസഡ് ഇൻറ്റു എൽ പ്ലസ് ഇസഡ്. ഓക്കെ, ക്യൂ ബി എൽ ഡിവൈഡ് ബൈ ബി പ്ലസ് ഇസഡ് ഇൻറ്റു എൽ പ്ലസ് ഇസഡ്. അപ്പോൾ അതിനകത്ത് ക്യൂ എന്ന് പറയുന്നത് എന്താ 200, ബി എന്ന് പറയുന്നത് എന്താ 1.5 മീറ്റർ, എൽ എന്ന് പറഞ്ഞാൽ 3 മീറ്റർ. അത് രണ്ടും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത് 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനി സെഡ് എന്താണ്? സെഡ് എവിടെ തൊട്ട് എവിടെ വരെ ഉള്ളതാണ്? നമ്മൾ ടോപ്പിലെ ഇൻക്രിമെൻ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് ബേസ് ഓഫ് ദ ഫുട്ടിങ്ങിൽ നിന്ന് ടോപ്പ് വരെയുള്ള ഇതാണ് ഇസഡ്. അത് എത്ര വരും? 1.5 പ്ലസ് 0.5 2 മീറ്റർ. ഇനി മിഡിലെ കണ്ടുപിടിക്കുമ്പോൾ ഇസഡ് മാറും. എവിടെ തൊട്ട് എവിടെ വരെ? ക്ലേ ലെയറിൻ്റെ പകുതി വരെ ആവും. അതായത് ഈ 2 മീറ്ററും പിന്നെ ഒരു 3യുടെ പകുതിയും. അപ്പോൾ എത്ര ആവും? 3.5. ഇനിയും ലാസ്റ്റ് കേസിൽ താഴെ വരെയുള്ള ഇസഡ് എത്ര ആവും? 5 മീറ്റർ. ഓക്കെ, അങ്ങനെ 3 കേസിലായിട്ടുള്ള ഇസഡ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലും ബിയും ക്യൂവും എല്ലാം സെയിം ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കണ്ടുപിടിക്കുക. So this is what is done at the top, at the middle and at the base. The equation is QBL by B plus Z into L plus Z in the case of a rectangular footing. It is a rectangular footing, that's why it is like this. All values are known. അടുത്ത എന്താണ് ചെയ്യേണ്ടത്? അടുത്തത് നമ്മൾ ഒന്നെങ്കിൽ സിംപ്സൺസ് റൂൾസ്, ഇവിടെ ചെയ്തിരിക്കുന്നത് സിംപ്സൺസ് റൂൾ അപ്ലൈ ചെയ്താണ് ഇതിൻ്റെ ആവറേജ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് ഇത് 3 കൂടെ ആഡ് ചെയ്തിട്ട് 3 വാല്യൂയും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 3 ചെയ്താൽ മതി. ഏകദേശം ഒരു 32 വരും. ഓക്കെ, സിംപ്സൺസ് റൂൾ ചെയ്യുമ്പോഴും ഒരു 30ക്ക് അടുത്ത് വരും, 29.9 വരും. ആക്യുറസി കൂടാൻ വേണ്ടിയാണ് സിംപ്സൺസ് റൂൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒന്നെങ്കിൽ ഇത് 3 കൂടെ ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 3 ചെയ്താലും മതി, ആവറേജ് കിട്ടും. Just substitute this as the increment. The pressure is already found out, and the thickness of the clay layer is 3 meter. Cc is given, E naught is given. We will get the value for the final settlement. Okay, it is 99.41 mm. ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. A stratum of clay is 2 meter thick and has an initial overburden pressure of 50 kN per meter square at its middle. Determine the final settlement due to an increase in pressure 40 kN per meter square at the middle of the clay layer. അതായത് ഇനിഷ്യലി ഒരു ഓവർബേർഡൻ പ്രഷർ ഉണ്ട് 50, അതാണ് നമ്മുടെ സാധാ പ്രഷർ സിഗ്മ ഡാഷ് എന്ന് പറയുന്നത്. ഫൈനൽ സെറ്റിൽമെൻറ്റ്, അവിടുത്തെ തന്നെ ഫൈനൽ സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കണം. അവിടുത്തെ ഇൻക്രീസ് ഇൻ പ്രഷർ എന്ന് പറയുന്നത് 40 kN. അപ്പം 40 kN per meter സ്ക്വയറിൻ്റെ ഒരു ഇൻക്രീസ് ഇൻ പ്രഷർ പറഞ്ഞിട്ടുണ്ട്. The clay is over consolidated with a pre-consolidation pressure of 75 kN per meter square. അതായത് ഒരു പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ വരുന്നുണ്ട്. ഓക്കെ, അത് മുൻപെപ്പോഴും ഉണ്ടായിട്ടുള്ളൊരു വലിയ പ്രഷറാണ്. അതിനെയാണല്ലോ പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ എന്ന് പറയുന്നത്. അതുണ്ട്, അത് 75 ആണ്. വാല്യൂസ് ഓഫ് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് റീകംപ്രഷൻ ആൻഡ് കംപ്രഷൻ ഇൻഡെക്സ് ആർ 0.05 ആൻഡ് 0.25 റെസ്പെക്റ്റീവ്ലി. അതായത് സി സിയും സി ആറും തന്നിട്ടുണ്ട്. ഓക്കെ, ടേക്ക് ഇനിഷ്യൽ വോയിഡ് റേഷ്യോ ആസ് 1.4. ഇതെങ്ങനെ ചെയ്യുമെന്നുള്ളത് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ 2 കേസ് ഉണ്ട്. അതായത് യൂഷ്വലി നമ്മൾ കംപ്രഷൻ ഇൻഡെക്സ് സി സി മാത്രമല്ലല്ലോ എടുക്കാറ്, പക്ഷേ ഇവിടെ ഒരു പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ വന്നിട്ടുണ്ട്. അപ്പം പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ വന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ സോയിൽ പാസ്റ്റിൽ തന്നെ കംപ്രസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കും. പണ്ട് എപ്പോഴും ഒരു വലിയ ലോഡ് വന്ന് കംപ്രഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കും. സോ അതിനെ കംപ്രഷൻ ഇൻഡെക്സ് എന്ന് പറയാം. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒരു ലോഡ് കൊടുക്കുക, അല്ലെങ്കിൽ വീണ്ടും നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ പണിയുക, ഒരു ബിൽഡിംഗ് പൊളിച്ച് കളഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു ബിൽഡിംഗ് ഇപ്പോൾ പണിയുകയാണെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്നത് റീകംപ്രഷൻ എന്നേ പറയാൻ പറ്റും, അല്ലേ? പണ്ടൊരു കംപ്രഷൻ ഉണ്ടായി, പിന്നെ ഇപ്പോൾ റീകംപ്രഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ ഒരു കേസിൽ 2 കേസായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, എന്നാലേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് CR വരുന്നുണ്ട്, CCയും വരുന്നുണ്ട്. ഇത് രണ്ട് കേസാണ് നോർമലി ഉള്ളത്. അതായത് സിഗ്മ 0 പ്ലസ് ഡെൽറ്റ സിഗ്മ എന്ന് പറയുന്നത് ലെസ് ദാൻ സിഗ്മ സി. സിഗ്മ സി എന്ന് പറഞ്ഞാൽ പ്രീ കൺസോൾട്ടേഷൻ പ്രഷറാണ് സിഗ്മ സി എന്ന് പറയുന്നത്. അപ്പം ഈ കേസിൽ ഈ സിഗ്മ ഡാഷ് എന്ന് പറഞ്ഞാൽ 50 പ്ലസ് 40 ഈസ് ലെസ് ദാൻ 75 ആണോ? അല്ല, ഈ കേസിൽ ലെസ് ദാൻ 75 അല്ല. അങ്ങനെയുള്ളപ്പോഴാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇൻ ദിസ് കേസ് വി യൂസ് ദിസ് ഇക്വേഷൻ. വൈൽ ഇഫ് ഇറ്റ് ഈസ് ഇനി ഇത് ശരിക്കും 50 പ്ലസ് 40 ലെസ് ദാൻ 75 ആയിരുന്നെങ്കിൽ, അതായത് ഇവിടെ ഒരു 20 ആയിരുന്നെങ്കിൽ, നമ്മുടെ ഇൻക്രിമെൻ്റ് ഓഫ് പ്രഷർ 20 ആയിരുന്നെങ്കിൽ, it would be 70 less than 75 and we shall use another equation. It is the same equation. This equation itself we can use. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് പാർട്ടായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം നമ്മുടെ പ്രീ കൺസോൾട്ടേഷൻ പ്രഷറിനെക്കാട്ടി ചെറിയ പ്രഷർ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സിഗ്മ സിയുടെ അത്രയും വരുന്നില്ലെങ്കിൽ, അതിനെക്കാട്ടി കുറവാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഈ ഒരു കേസ് മാത്രം ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഇവിടെ അങ്ങനെ അല്ലല്ലോ. ഇവിടെ ഈ 75 എന്ന് പറയുന്നത് മറ്റേതിനെക്കാട്ടി ചെറുതാണല്ലോ. വലുതാണെങ്കിൽ ഈ ഇക്വേഷനും, ചെറുതാണെങ്കിൽ ഈ രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന ഇക്വേഷനും യൂസ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ നോക്കിയപ്പോൾ ഈ സിഗ്മ സി എന്ന് പറയുന്നത് മറ്റേതിൻ്റെ രണ്ടിൻ്റെ കൂടെ സമ്മിനെക്കാട്ടി ചെറുതായതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇത് പഠിക്കാനുള്ള എളുപ്പമെന്ന് പറഞ്ഞാൽ ഇവിടെ CR വരുന്ന സമയത്ത് സിഗ്മ സി ബൈ സിഗ്മ നോട്ട് വരും. സി വരുന്ന സമയത്ത് നമ്മൾ നോർമൽ ഇക്വേഷൻ തന്നെ വരും, പക്ഷേ ഈ സിഗ്മ സി ഡിനോമിനേറ്റർ വരും. അത് ഇത്രയും മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കിയെല്ലാം സബ്സ്റ്റിറ്റ്യൂഷനാണ്, ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, ഇത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇന്ന് പഠിപ്പിച്ചെല്ലാം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു.